നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വാഹനാപകടങ്ങളും അത് സംബന്ധിച്ച നിയമങ്ങളെ സംബന്ധിച്ചാണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 വാഹന നിയമങ്ങൾ വരുന്നത്. സെക്ഷൻ 166 ഈ സെക്ഷനിൽ വിക്ടിംസിന് മോട്ടോർ വെഹിക്കിൾ അപകടങ്ങളിൽ പെടുന്ന വ്യക്തികൾക്കും അവരുടെ അനന്തരാവകാശികൾക്കും അതിൽ മരണപ്പെടുന്നവരുടെ അനന്തരാവകാശികൾക്കും കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനുള്ള ഒരു വകുപ്പാണിത്. ഇതാണ് പ്രാഥമികമായ നിയമം. സെക്ഷൻ 165 പ്രകാരം ക്ലെയിംസ് ട്രൈബ്യൂണലിൽ നമുക്ക് കോമ്പൻസേഷന് വേണ്ടി ഫയൽ ചെയ്യാം. ഇത് കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് കോമ്പൻസേഷൻ കിട്ടാനുള്ള ഒരു വകുപ്പാണ്. സെക്ഷൻ 140 നോ ഫോൾട്ട് ലയബിലിറ്റി, അതായത് അപകടം സംഭവിച്ച ആൾക്ക് അയാളുടെ ഒരുപക്ഷെ അപകടം അയാളുടെ കൂടെ കുറ്റം കൊണ്ടാണെങ്കിൽ പോലും അത് കണക്കിലെടുക്കാതെ അയാൾക്ക് കോമ്പൻസേഷൻ വേണ്ടി ഫയൽ ചെയ്യാനുള്ള ഒരു വകുപ്പാണ്. ഇത് കോമ്പൻസേഷൻ ഫിക്സ്ഡാണ്, അത് നിശ്ചയിച്ചിരിക്കുകയാണ്. നിശ്ചിതമായ കോമ്പൻസേഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. അടുത്ത സെക്ഷൻ 163A, ഇത് ഒരു കോമ്പൻസേഷൻ ഒരു ഫോർമുല നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഫോർമുല അനുസരിച്ച് ഇത് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള ഒരു വകുപ്പാണ്. അതായത് ഇപ്പം വരുമാന നഷ്ടം അങ്ങനെ ഓരോരോ ഇനമായിട്ട് തിരിച്ച് ഓരോന്നിനും ഇത്ര നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ നഷ്ടപരിഹാരം ഇത് നിശ്ചയിക്കാനുള്ള ഒരു വകുപ്പാണിത്. അടുത്ത ഫേറ്റൽ ആക്സിഡൻറ്റ്സ് ആക്ട് 1855. ഇത് മരിച്ചുപോയവരുടെ ബന്ധുക്കൾക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനുള്ള ഒരു വകുപ്പാണ്. സിവിൽ കോർട്ടിലോ മോട്ടോർ ആക്സിഡൻറ്റ്സ് ക്ലെയിംസ് ട്രൈബ്യൂണലിലോ ഫയൽ ചെയ്യാം. ഇതിന് വേണ്ടതായിട്ടുള്ള രേഖകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് FIRൻ്റെ കോപ്പി, പിന്നെ ചികിത്സാരേഖകൾ, പിന്നെ സാഹചര്യം അപകടം നടന്ന സ്ഥലത്തിൻ്റെയും വാഹനങ്ങളുടെയൊക്കെ ഫോട്ടോ, സാക്ഷിമൊഴികൾ, ഇവയൊക്കെയാണ് ഇതിനാവശ്യം. പിന്നെ അനുബന്ധ രേഖകൾ. മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ്സ് വളരെ സ്പീഡി ട്രയൽ നടക്കുന്ന ഒരു നിയമത്തിൻ്റെ ശാഖയാണ്. ഏകദേശം 1.5-2 കൊല്ലത്തിനകം തന്നെ നിങ്ങൾക്ക് കോമ്പൻസേഷൻ ലഭിക്കാവുന്ന ഒരു നിയമമാണിത്.